നമസ്കാരം. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കുമെന്ന പരാമർശം. ടി.ജി. മോഹൻദാസിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം. RSS സൈദ്ധാന്തികനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ടി.ജി. മോഹൻദാസ് നടത്തിയതായി വ്യക്തമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വിവാദ പരാമർശമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ കുറിച്ചായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ പ്രതികരണം. തനിക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ ആ പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ച് മുന്നറിയിപ്പ് നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കുമായിരുന്നുവെന്നാണ് ടി.ജി. മോഹൻദാസിന്റെ വിവാദ പരാമർശം. ഈ പരാമർശം സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്കും പ്രതിഷേധത്തിനും ഇടയാക്കിയിരിക്കുകയാണ്. കാരണം ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അടിസ്ഥാന അവകാശമാണ്. അതിനെതിരെ ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്നത് പലരും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതും. ജനാധിപത്യം എന്നത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം സമാധാനപരമായി പ്രകടിപ്പിക്കാനുള്ള അവകാശവുമാണ്. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ അങ്ങനെ ആരായാലും നിയമപരമായി പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. ഈ അവകാശം ഭരണഘടനയുടെ ആത്മാവിന്റെ ഭാഗവുമാണ്. ഒരു പ്രതിഷേധത്തോട് യോജിക്കാതിരിക്കാം, പ്രതിഷേധത്തിന്റെ രീതിയെ വിമർശിക്കാം, എന്നാൽ പ്രതിഷേധിക്കുന്നവരെ വെടിവെച്ച് നേരിടണമെന്ന ആശയം ജനാധിപത്യ സമൂഹത്തിൽ അതീവ അപകടകരമായ സന്ദേശമാണ് നൽകുന്നത്. ഒരു പൊതുപ്രവർത്തകൻ പറയുന്ന ഓരോ വാക്കിനും സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഏറെ ആശങ്കയുണ്ടാക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ ഭാവിയാണ് എന്ന് നമ്മൾ സ്ഥിരമായി പറയാറുണ്ട്. അവരുടെ ആവശ്യങ്ങളോട് യോജിക്കാത്ത സാഹചര്യം ഉണ്ടായാലും സംവാദമാണ് ജനാധിപത്യത്തിന്റെ വഴി, ക്രമമല്ല. നിയമം വളരെ വ്യക്തമാണ്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് ചില നടപടിക്രമങ്ങളുണ്ട്. മുന്നറിയിപ്പ്, ബാരിക്കേഡ്, ആവശ്യമായാൽ കണ്ണീർവാതകം, മറ്റ് നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയൊക്കെയാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള ബലം പ്രയോഗിക്കുന്നത് ഏറ്റവും അവസാനത്തെ അത്യപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് നിയമം അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെടിവെച്ച് രംഗം ശാന്തമാക്കുമെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പല നിയമവിദഗ്ധരും മനുഷ്യാവകാശ പ്രവർത്തകരും അംഗീകരിക്കാനാകാത്തതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ രാഷ്ട്രീയ ഭിന്നത മനുഷ്യജീവന്റെ വില കുറയ്ക്കാൻ പാടില്ല. വിദ്യാർത്ഥികൾ ഏത് ആശയക്കാരായാലും അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ്. അവരുടെ ജീവനും സുരക്ഷയും ഒരുപോലെ വിലപ്പെട്ടതുമാണ്. സമൂഹത്തിൽ വിദ്വേഷം വളർത്തുന്ന ഭാഷ എളുപ്പത്തിൽ ആളുകളെ രണ്ടായി വിഭജിക്കും. ഒരു വിഭാഗത്തെ ശത്രുവായി ചിത്രീകരിക്കാൻ തുടങ്ങുമ്പോൾ സംവാദത്തിന്റെ വാതിലുകൾ അടയ്ക്കുകയും സംഘർഷത്തിന്റെ വാതിലുകൾ തുറക്കുകയും ചെയ്യും. നേതാക്കളും പൊതുപ്രവർത്തകരും പറയുന്ന വാക്കുകൾ സാധാരണക്കാരുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് അവർ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കേണ്ടതും അനിവാര്യമാണ്. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും വിദ്യാർത്ഥികളുടെ പങ്ക് നിർണായകമായിരുന്നു. പിന്നീട് പല സാമൂഹിക മാറ്റങ്ങളിലും യുവജനങ്ങളുടെ പങ്കാളിത്തം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷേധം സമാധാനപരമാണെങ്കിൽ അതിനെ കേൾക്കുകയാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ കടമ പോലും. തെറ്റുണ്ടെങ്കിൽ നിയമപരമായി നടപടിയെടുക്കാം. പക്ഷേ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന ഭാഷ ഒരിക്കലും പരിഹാരമല്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ഒരു പ്രസ്താവന നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുകളുടെ ഉത്തരവാദിത്തം മുമ്പത്തേക്കാൾ കൂടുതലുമാണ്. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി തോക്കിലല്ല, സംവാദത്തിലാണ്. എതിർപ്പുകളെ കേൾക്കാനും മറുപടി നൽകാനുമുള്ള കഴിവാണ് ഒരു ശക്തമായ സമൂഹത്തിന്റെ അടയാളം തന്നെ. യുവജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അവരെ ശത്രുവായി കാണരുത്. അവരുടെ ആശങ്കകൾ കേൾക്കുകയും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അതുപോലെ ആ അഭിപ്രായങ്ങളെ വിമർശിക്കാനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട്. ഒരു പ്രസ്താവന വിവാദമായാൽ അതിനെതിരെ ശക്തമായ ജനാധിപത്യ പ്രതിഷേധം ഉയരുന്നതും സ്വാഭാവികമാണ്. രാഷ്ട്രീയ ചർച്ചകൾ വ്യക്തിപരമായ വിദ്വേഷത്തിലേക്ക് പോകരുത് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നയങ്ങളെയും പ്രസ്താവനകളെയും വിമർശിക്കുകയാണ് ആരോഗ്യകരമായ പൊതുചർച്ചയുടെ വഴി തന്നെ. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കണമെന്ന് പറയുന്ന ഭാഷ ഒരു സാധാരണ രാഷ്ട്രീയ അഭിപ്രായമായി ഒരിക്കലും കാണാൻ കഴിയില്ല. അത് ജനാധിപത്യ മൂല്യങ്ങളോടും ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളോടും നേർവിപരീതമായ ഒരു നിലപാടാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും.
ടി.ജി. മോഹൻദാസിനെ പോലുള്ള പൊതുസമൂഹത്തിൽ സ്വാധീനമുള്ള ഒരാൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. എതിർ ശബ്ദങ്ങളെ സംവാദത്തിലൂടെയല്ല ആക്രമത്തിലൂടെയാണ് നേരിടേണ്ടതെന്ന അപകടകരമായ ചിന്തയാണ് അത്തരം വാക്കുകൾ പ്രചരിപ്പിക്കുന്നത്. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടേണ്ട ഒരു ജനാധിപത്യത്തിൽ തോക്കിന്റെ ഭാഷയ്ക്ക് ഒരിക്കലും സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ടി.ജി. മോഹൻദാസിന്റെ ഈ പരാമർശം ശക്തമായി വിമർശിക്കപ്പെടേണ്ടതാണ്.